മഖ്ദൂം റളിയല്ലാഹു അൻഹു സുഹ്ദ് എന്നാൽ എന്താണെന്ന് പറയുമ്പോൾ അതുക്കിയയിൽ പറഞ്ഞിട്ടുണ്ട്, സുഹ്ദ് എന്നാൽ പണം ഇല്ലാതിരിക്കലല്ല, പണവുമായി ഖൽബിന്റെ ബന്ധമില്ലാതിരിക്കുന്നതിനാണ് സുഹ്ദ് എന്ന് പറയുന്നത്. അത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, പണത്തേക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ് ഫഖർ, ദാരിദ്ര്യം. ഫഖർ രണ്ടർത്ഥത്തിലുണ്ട്, ദാരിദ്ര്യം എന്ന അർത്ഥത്തിലുണ്ട്. വേറൊരു ഫഖർ ഉണ്ട്, സൂഫി ഇസ്തിലാഹിൽ വരുന്ന ഒരു ഫഖർ ഉണ്ട്. അതിൻ്റെ അർത്ഥം പൈസ ഇല്ലാത്തതെന്നല്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട വീരാനൗലിയ പാപ്പാനെ എന്ത് പറയും? അജ്മീർ ഫഖീർ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത വീരാനൗലിയ പാപ്പ എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ നമുക്ക് തോന്നും. അതൊരു സൂഫി ഇസ്തിലാഹാണ്. അവിടെ ഫഖർ എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെ തൊട്ടും ആശ മുറിഞ്ഞിട്ടുള്ള ദാരിദ്ര്യമാണ്. അതാണ് അവിടുത്തെ ഒരു സൂഫി ഇസ്തിലാഹാണ് ആ ഫഖർ. തസൗഫിന്റെ അഹ്ലുകാർക്ക് പറയപ്പെടുന്ന ഒരു പേരാണ് ഫഖീർ എന്നത്. അതും ഈ പറഞ്ഞ ഫഖീർ ഒന്നല്ല. ഫഖർ എന്ന് പറയുന്നത് കുഫ്രിയത്തിലേക്ക് വരെ പോകുമെന്നാണ്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ എന്നാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് കാഫിറാക്കാൻ പോന്നതാണ്. ദാരിദ്ര്യം ഒരു മനുഷ്യന്റെ അഭിമാനം കളയുമെന്നാണ്. ദാരിദ്ര്യം മനുഷ്യന്റെ അഭിമാനം കളയും. 25,000 പള്ളിക്ക വന്നിട്ട് ഒരു പൈസക്കാരൻ സക്കാത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ഫക്കീർ എന്ത് ചോദിച്ചാൽ ഓൻ്റെ മുമ്പ് ചെന്നിട്ട് ഇങ്ങനെ തല ചൊറിയും. അതേ സമയത്ത് മിസ്കീൻ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഫക്കീറിന്റെ മേലുള്ളതാണ് മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞ ആള് ബെൽറ്റിന്റെ ഓട്ട ഇപ്പുറത്തേക്ക് കുത്തിയിട്ട് ഒപ്പിക്കും, എന്നാലും ഒരാളോട് ചോദിക്കൂല. അയാൾക്കാണ് എന്ത് പേര്? മിസ്കീൻ. മിസ്കീൻ അഭിമാനിയായിരിക്കും, ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും. ഫക്കീർ വന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, കഴിഞ്ഞ കൊല്ലത്തെ റമദാനിൽ ഇപ്പം നമുക്ക് 25,000 കാണാൻ പറ്റിയില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇക്കൊല്ലത്തെ 25,000 നേരത്തെ പോകുന്നതാണ്, നിങ്ങൾ അതും കൂടിയും കൂട്ടി തന്നാളി അറിയും. ആര്? ഫക്കീർ. അതേ സമയത്ത് മിസ്കീൻ എന്താ കട്ടുക? നിങ്ങൾ എന്തേലും കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് എന്ന് തോന്നിയാൽ അപ്പുറത്തെ വായിൽ കൂടി ഇറങ്ങും. ഓനാ കൊടുക്കേണ്ടത്, ഓനാണ് കൊടുക്കേണ്ടത്. അതാണ് മിസ്കീൻ. അതുകൊണ്ട് ഫക്കീർ ഭയപ്പെടേണ്ടതാണ്. ഫക്കീർ കാഫിറാകും, ഓന അഭിമാനം ഒന്നും ഉണ്ടാവില്ല, ഒരു അഭിമാനം ഉണ്ടാവില്ല. ഫക്കീർ ഭയപ്പെടേണ്ടതാണ്. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് എന്നാണ്. അവൻ ഫക്കറിനെ ഇഷ്ടപ്പെടുന്നു എന്ന കാരണമുണ്ട് എന്നാണ്. നിങ്ങൾക്ക് ഇന്നെ മനസ്സിലാകാനുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് 25,000 ഇങ്ങനെ നടന്നുങ്ങാണ്ട് കുറേ സക്കാത്തൊക്കെ കിട്ടി, കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കൊടുത്തു, കുറച്ച് കായൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കക്കൂസ് പോയിരുന്നുങ്ങാണ്ട് ഇങ്ങനെ എണ്ണി നോക്കി, ഇത്ര ഉണ്ട് എന്ന്. വലിയൊരു മോശമല്ല, എന്നാലും കരുദ്യമായിരൊന്നും ആയിട്ടില്ല. അപ്പോൾ കീശയൊക്കെ വെച്ചിങ്ങാണ്ട് മൂപ്പര് അവിടെ നിന്ന് ഇറങ്ങിങ്ങാണ്ട് ദോരക്കാണ്, പഠിച്ചോനെ ഈ കൊല്ലത്തെ 25,000 ഏതായാലും കൊറോണ നക്കിയല്ല അല്ലാ, അടുത്ത കൊല്ലത്തെ 25,000 കുറച്ച് തോന സക്കാത്ത് തരണേ അല്ലാ. എന്താ അതിൻ്റെ അർത്ഥം? അടുത്ത കൊല്ലത്തെ 25,000 ഇന്നെ തെണ്ടിയാക്കണേ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ ഓനെ നേരെ തിരിച്ചോണ്ട് വരുന്നൂടെ? ഓന് സക്കാത്ത് തോനെ കൊടുക്കാൻ നിൽക്കണ്ടല്ലോ, അള്ളാഹ്ക്ക് ഓന ആദ്യം തന്നെ നേരം കൊടുത്തൂടെ? സക്കാത്തായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലല്ലോ, ഓനെ തിരിച്ചു തരുന്നാൽ മതിയല്ലോ. പഠിച്ചോനെ അടുത്ത കൊല്ലത്തെ 25,000 എല്ലാവർക്കും കുറച്ച് സക്കാത്താണ്ട് കൊടുക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണേ എന്ന് പറഞ്ഞ അള്ള ചോദിച്ചു, ആടാ ഇത് അതൊക്കെ ചോദിച്ചാൽ മാത്രം ആയോ? അത് ശരി, കയറി മുറത്ത് കയറി കൊത്തിലൊടുങ്ങില്ലേ എന്നൊക്കെ അള്ള പറയോ? പറയില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ചോദിച്ചാൽ അള്ളാഹ്ക്ക് ഓനോട് നല്ല ഇഷ്ടമാണെന്ന് മാത്രമല്ല, ഓൻ അടുത്തല്ല അങ്ങനെ ആക്കി കൊടുക്കും. അപ്പൊ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫക്കീറായി തുടരുന്നതിന്റെ പിന്നിൽ ദാരിദ്ര്യത്തെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന ഒരു കാരണം കിടക്കുന്നുണ്ട്. ദാരിദ്ര്യത്തെ ആരും ഇഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നല്ലോണം അധ്വാനിക്കണം. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഇപ്പൊ പിന്നെ ഞാൻ പണിക്കൊന്നും പോണില്ല, ചെറുക്കന്മാരിപ്പോ 2 അപ്പുറത്തുണ്ട്, ഒരാൾ ഇപ്പുറത്തുണ്ട്, പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പോ പിന്നെ ഒന്നും പോണില്ല അറിയും. എൻ്റെ അഭിപ്രായം എങ്ങനെ വെച്ചാല്, ജോലി ഉള്ളിടത്തോളം കാലം ജോലി ചെയ്യണം, ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യണം. ജോലി ഉള്ളിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യണം. ആരാ എൻ്റെതിനെ ആശ്രയിക്കരുത്. അത് അവനാൻ്റെ മക്കളാണെങ്കിലും ശരി, വേറെ വയ്യൊന്നും ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതെന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കണവർ? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിനൊരു കാരണമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാരണം വരുമാനത്തിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് അറിയാതെ പോയതാണ്.
നമ്മളെ വിചാരം മുതൽ എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊടുക്കാൻ, അതേമാതിരി ചോറ് കഴിക്കാൻ, അതേമാതിരി കോഴി വാങ്ങാൻ ഒക്കെ ഉള്ളതാണ് പൈസ എന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ പ്രശ്നം പറ്റിയത്. ഭക്ഷണത്തിന് ശരിക്കും പൈസ വേണ്ട. ഭക്ഷണത്തിന് പൈസ ഉണ്ടല്ലോ. എനിക്കിപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ വൈകുന്നേരം എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? പത്തിരി. അള്ളാഹു ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ. പിസ്കണ്ട ആമീൻ പറഞ്ഞോളി. അള്ളാഹു ഭക്ഷണം തന്നവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ. എനിക്കിന്നിപ്പോൾ വൈകുന്നേരത്തെ എന്തൊക്കെയാണ് ഭക്ഷണം എന്നറിയങ്ങൾ? ചപ്പാത്തി, പത്തിരി, വെള്ളമിറക്കിക്കോളി, ദോശ, കോഴി, ആട്, പച്ചക്കറി, ഫ്രൂട്ട്സ്, ചെന്നേക്കിന് മുന്തിരി ജ്യൂസ്. ഒറ്റ പൈസൻ്റെയും ചിലവില്ല. തിന്നാൻ പൈസ വേണ്ട. അത് നമുക്ക് വെറുതെ അബദ്ധം പറ്റിയതാണ്. ഭക്ഷണത്തിന് പൈസ ഉണ്ടല്ലോ. തൗഫീഖ് ഉണ്ടാവുകയാണ് പ്രധാനം. തൗഫീഖ് ഉണ്ടെങ്കിൽ സമയാസമയം സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തൗഫീഖ് ഇല്ലെങ്കിൽ അരിക്കച്ചവടം ഉണ്ടായിട്ടും കാര്യമില്ല, ചങ്ക് കൂടെ കീപ്പട്ടാണ്ട് പോവില്ല. 3 മാസമായി വാപ്പ അന്നം വെള്ളം ഇറങ്ങാതെ ആശുപത്രി കിടക്കാൻ തുടങ്ങിയിട്ട് കുട്ടികൾ 4 ആളോട് പറയുന്നുള്ളതല്ലാതെ ചങ്ക് കൂടെ കീപ്പട്ടാണ്ട് ഇറങ്ങൂല. തൗഫീഖാണ് വളരെ പ്രധാനം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പൈസ വേണ്ട. പിന്നെ നമ്മൾ വിചാരം എന്താ വെച്ചാൽ ആശുപത്രി കൊടുക്കാൻ. ഞാൻ ഹജ്ജിന് പോയ സമയത്ത് ഒരാളുണ്ടായിരുന്നു, ചാവക്കാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പം ഞങ്ങളിങ്ങനെ തമാശക്ക് ഇങ്ങനെ പറയും, കാര്യം പറയും, ഇങ്ങനെ വർത്താനം പറയുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ മിസ്കീനാവാൻ വേണ്ടി ദ്വാരന്നിട്ടുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഅശ്റുനി ഫീ സുംറത്തിൽ മസാക്കീൻ എന്ന് ദ്വാരന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരും മിസ്കീന്മാരാക്കി തരട്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അതിൽ മൂപ്പരിനോട് പറഞ്ഞു, ഉസ്താദെ അങ്ങനെ പറയരുത് കേട്ടോ, ഒരാശുപത്രി കേസ് വന്നാൽ നമ്മൾ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. ആ ആശുപത്രി കേസ് വരാതിരുന്നാൽ പോരെ, അതാണല്ലോ ആലോചിക്കേണ്ടത്. മനസ്സിലായില്ലല്ലോ പടച്ചോനെ? മനസ്സിലായിട്ടില്ലേ? അതായത് ജിദ്ദയിൽ കഫ്തീരിയയിൽ ജോലി ചെയ്യാണ്. 1500 റിയാല് ശമ്പളം ഉണ്ട്. കൊറോണ വന്നപ്പോൾ കച്ചവടമൊക്കെ വളരെ കുറവായി. അപ്പോൾ മുതലാളി പറഞ്ഞു, ജങ്ങനയിലും നിൽക്കുക, നമുക്ക് കൊറോണയൊക്കെ മാറി കച്ചവടം ഉഷാറാവും എന്ന് പറഞ്ഞു. ഓൻ പറഞ്ഞു, എനിക്ക് 2000 റിയാല് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിൽക്കൂല, ഹുറൂജ് അടിച്ചെന്നാൾ ഞാൻ പോകുകയാണ് പറഞ്ഞു. മുതലാളി ആകെ സ്വീപ്പായി. കാരണം ഓനാണ്ട് പോയാൽ കഫ്തീരിയാണ് പൂട്ടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഓൻ പറഞ്ഞു, മുതലാളി പറഞ്ഞു, ഞാൻ എന്തടങ്ങേറ് സഹിച്ചതാണെങ്കിലും 1500 എനിക്ക് മുടങ്ങാതെ തരാം, ഇജൊന്ന് നിൽക്കുക പറഞ്ഞു. നിൽക്കൂല, ഞാൻ പോവുകയാണ്. ഒരാശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടെ, എനിക്ക് 2000 എന്തായാലും വേണമെന്ന് പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ മുതലാളി പറഞ്ഞു, എന്നാ ശരി 2000 എങ്ങനെയും നിൽക്കുക എന്ന് പറഞ്ഞുങ്ങാണ്ട് 2000 അങ്ങോട്ട് തന്നാൽ 500 ദിർഹം എല്ലാ മാസവും ആശുപത്രിക്കാണ് മാറ്റിവെച്ചാളി. എന്താ കാരണം? ഈ വരുമാനം ആശുപത്രിയിലേക്കാണ് എന്നവൻ ആദ്യം കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം. ഇതാണ് സംഗതി. അപ്പോൾ വരുമാനത്തിൻ്റെ മുതലിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് നമുക്ക് അറിയാത്തതാണ് ജോലിക്ക് പോകാത്തതിൻ്റെ കാരണം, വരുമാനം ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം, കുട്ടികളൊക്കെ വലുതായപ്പോൾ ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണമൊക്കെ അതാണ്. ഇതൊന്നുമല്ല ശരിക്ക് മുതലിൻ്റെ യഥാർത്ഥ ഉപയോഗം. ഇതൊക്കെ തൗഫീഖ് ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ്. മുതലിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്ന് പറയുന്നത് ദാനം കൊടുക്കലാണ്, സദഖ കൊടുക്കലാണ്, ധർമ്മം കൊടുക്കലാണ്. അതിന് അവനാൻ്റെ പൈസ തന്നെ വേണം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ കാട്ടിൽ പോയി മരം വെട്ടിയിട്ട് വിറക് വെട്ടിയിട്ട് കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ട് ഉണക്ക റൊട്ടി വാങ്ങിക്കഴിച്ചിട്ട് ബാക്കി പൈസ സ്വതക്ക ചെയ്യൽ സ്ഥിരമായി പതിവാക്കിയ ആളായിരുന്നു. മനസ്സിലായില്ല? അതിൻ്റെ ഇടയിൽ കൂടെ പോയോ? ഇല്ലല്ലോ. കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് ഉണക്ക റൊട്ടി വാങ്ങിയിട്ട് ബാക്കി സ്വതക്ക കൊടുക്കും എല്ലാ ദിവസവും. എന്തിനാ ജോലിക്കോണേ? സ്വതക്ക കൊടുക്കാൻ ജോലിക്ക് വരുന്ന ആളാണ് മുഹ്യിദ്ദീൻ ശൈഖിന്റെ വാപ്പ, ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അബൂ ഹനീഫ ഇമാമിന്റെ വാപ്പയാണ് എന്നും അഭിപ്രായമുണ്ട്. ഏത് അഭിപ്രായം പരിഗണിച്ചാലും ഓലൊക്കെ എന്തുകൊണ്ടേ വലുതായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പണത്തിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് നമുക്ക് അറിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്തിന് പൈസ ഉണ്ടാക്കണം? മുതലുണ്ടാകാനുള്ള ദുആ എങ്ങനെ? മുതലുണ്ടാകാനുള്ള ദുആ, അല്ലാ പടച്ചോനെ എനിക്കൊരുപാട് പൈസ തരണേ അല്ലാ എന്നല്ല. പൈസ ഉണ്ടാകാനുള്ള ദുആ എങ്ങനെ? അല്ലാഹുവേ എനിക്ക് ധാരാളം
സകാത്തും സദഖയും കൊടുക്കാൻ അവസരം നൽകണേ അല്ലാ. അതാണ് പൈസ ഉണ്ടാവാനുള്ള ദുആ. ദ്വാരന്നോയിക്കോളി നിങ്ങൾ ഉണ്ടാവും. ഒറിജിനൽ ദുആ ദ്വാരന്ന ഉണ്ടാവും. അതാണ് പൈസ ഉണ്ടാവാനുള്ള ദുആ. അപ്പൊ പണത്തിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് പോലും നമുക്ക് അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യം ഭയപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് അധ്വാനിച്ച് ഹലാലും ത്വയ്യിബുമായ വഴിയിലൂടെ നന്നായി സമ്പാദിക്കണം. എല്ലായിടത്തും നല്ലോണം പൈസ വേണം എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. അതിന് ഞാൻ പിന്തുണക്കുന്നു. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിട്ടുള്ളത് അതിരുവിട്ട വരുമാനമാണ്. എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നുള്ളിടത്ത് നമ്മളെത്തി. എങ്ങനെ ഉണ്ടാക്കുക, ഏത് രൂപത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതിലെത്തി. ഡേറ്റ് കഴിയുമ്പോൾ ഡേറ്റ് കഴിയാൻ പോണ സ്റ്റിക്കറിൻ്റെ അവിടെ അങ്ങോട്ട് ചീന്തിട്ടിങ്ങാണ്ട് പിന്നെയും വെക്കും. തന്നെ ഡേറ്റ് കഴിയാൻ പോവാൻ, അപ്പോൾ ആ ഡേറ്റ് അടയാളപ്പെടുത്തി അവിടെ അങ്ങോട്ട് ചീന്തിട്ടുകൊണ്ട് പിന്നെയും വെക്കുക. തന്നെ ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഹോട്ടൽ നടത്തുന്നവർ, ബേക്കറി നടത്തുന്നവർ, കൂൾ ബാർ നടത്തുന്നവർ, അച്ചാർ കമ്പനി നടത്തുന്നവർ, മീൻ കച്ചവടം ചെയ്യുന്നവർ, ഇറച്ചി കച്ചവടം ചെയ്യുന്നവർ, ഇങ്ങനെ ഭക്ഷണവുമായി കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷ്മത പാലിക്കണം. വേഗ അബദ്ധം വരാൻ സാധ്യതയുള്ളത് അതിലാണ്. മക്കൾ വേഗത്തിൽ കേടുവരാ ഭക്ഷണം. എന്നാലോ നേരംഗത്തിൽ ചെയ്താൽ ഇത്ര നല്ലൊരു അമല് വേറല്ല. അതെന്താ വെച്ചാൽ നല്ലത് കേടെന്നാലാണ് പറ്റരപ്പാകുക. എത്തിങ്ങാനെന്ന് ചാടിപ്പോന്നാൽ കഞ്ചാവ് കച്ചവടം ഉറപ്പാണ്. ഈ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ പേരുകൾ വരുമ്പോൾ പത്രങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ അറബി അക്ഷരം ചേർത്ത് വെച്ച ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെയൊക്കെ ഹിസ്റ്ററി പഠിച്ചു നോക്കിയാൽ അറബി കോളേജിൽ നിന്ന് ചാടിയത്, എത്തിങ്ങാനെന്ന് ചാടിയത്, ബോർഡിങ്ങിൽ നിന്ന് ചാടിയത്, ദർസിൽ നിന്ന് ചാടിയത്, അങ്ങനെ ഇക്കാരം. നല്ലത് കേടെന്നാൽ പറ്റരപ്പാവും. നാട്ടിൽ കല്യാണമുള്ള ദിവസം പള്ളിക്കത്തെ മൂത്രപ്പരയിലെ അസ്ർ നിസ്കാരത്തിന് പോയാൽ പ്രത്യേക വാസന ഉണ്ടാവും ബിരിയാണി നിന്നിട്ട്. നല്ലത് കേടെന്നാൽ പറ്റരപ്പാണ്. അത് ശരി. അവിടെ പെണ്ണുങ്ങൾ എന്താ വേറെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലേ? ആ സ്കൂൾ തന്നെയല്ലത്, സ്കൂളിൻ്റെ വരാന്തയിലുള്ള പെണ്ണുങ്ങൾ അവിടെ ആരോ വേറെ ക്ലാസ് എടുക്കുന്നുണ്ട്. മയ്യത്ത് പരിപാലനത്തിൻ്റെ ക്ലാസ് ആണോ എന്നറിയില്ല. അതാ വേറെ എന്തേലും ആണോ എന്താ അറിയില്ല. എന്താ അവിടെ എന്താ വേറെ ക്ലാസ്. ഞാനിവിടെ വന്നപ്പോൾ പിന്നെ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങളെ കണ്ടു. വളരെയധികം സന്തോഷം. നാട്ടുകാരുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം. അതന്നെ എല്ലാവരും മൂല്യന്മാരാണ്ട, പക്ഷെ മൂല്യന്മാർ വേണമല്ലോ. ഒരു കുടുംബത്തിൽ ഒരാൾ മൂല്യരുണ്ടാകണം. ഇപ്പം ഇനിയിപ്പോൾ ഈ വേനൽക്കാലമൊക്കെ ആയാൽ എല്ലായിടത്തും കുടുംബസംഗമം ഉണ്ടാവും. വേനൽക്കാലമായാൽ മൊത്തം കുടുംബസംഗമേക്കാരം. കുടുംബസംഗമം നല്ലതാണ്. അതിന് രണ്ട് കുഴപ്പമുണ്ട്, പക്ഷെ ഒരുപാട് ഗുണമുണ്ട്. കുടുംബസംഗമത്തിൽ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ ഞാനാ ഇല്ലാത്തതെന്നാണ്. കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടാവണം, കുടുംബത്തിലൊരു എഞ്ചിനീയർ ഉണ്ടാവും, കുടുംബത്തിൽ ഒരാൾ പോലീസുകാരനാവണം, കുടുംബത്തിൽ ഒരാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവണം, കുടുംബത്തിൽ ഒരാൾ പഞ്ചായത്ത് ഓഫീസർ വേണം, ഒരാൾ വില്ലേജ് ഓഫീസർ വേണം, കുടുംബത്തിൽ ഒരാൾ മയ്യത്ത് കേൾക്കാൻ പറ്റിയ മൂല്യരും വേണം. നിശ്ചയത്തിന്റെ സമയത്തിന് നീച്ചെന്നുകാണ്ട് നമ്മൾ അങ്ങനെ ആക്കല്ലേ, ഇങ്ങനെ ആക്കല്ലേ. അൽ ഫാത്തിഹ എന്ന് നീച്ചെന്നുകാണ്ട് ചുളി നീർന്ന് പറയാൻ പറ്റിയ ഒരാള് എല്ലാ തറവാട്ടിലും വേണമെന്ന്. അതാണ് ഇപ്പൊ ഈ പറയണത്. തെക്കേതിലെ തറവാട്ടിലും വേണം, വടക്കേതിലെ തറവാട്ടിലും വേണം, കിഴക്കേതിലെ തറവാട്ടിലും വേണം, പടിഞ്ഞാറയിലെ തറവാട്ടിലും വേണം, മേലേതിലും വേണം, താഴത്തേതിലും വേണം, നടുവിലും വേണം. എല്ലാ തറവാട്ടിലും വേണം എന്ത്? ഒരു മൂല്യര്, തികഞ്ഞ മൂല്യര് കേട്ടോ, സെനതുള്ള തികഞ്ഞ മൂല്യര്. അപ്പൊ നാട്ടുകാരുട്ടികളാണ് ദർസ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ ശരിക്കും വേണ്ടത്. നമ്മളെ നാട്ടിലും ആലിമീങ്ങൾ ഉണ്ടാവട്ടെ. അത് മുത്തആലിമീങ്ങളെ ഞാൻ കണ്ടു, ആലിമീങ്ങളുടെ എല്ലാ സിയോടും കൂടി. അത് വളരെ പ്രധാനമാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ വേഷം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആലിമീങ്ങളുടെ വേഷം, അതിൻ്റെ സിയ്യ് സ്വീകരിക്കണം. അതേസമയത്ത് ഏറരുത്. ഇന്നിപ്പോൾ എങ്ങനെയാ വെച്ചാൽ വലിയ വലിയ കാളിയന്മാർ ഇടാൻ മടിക്കണ ഡ്രസ്സ് ചെറിയ മുത്തഅല്ലിമീങ്ങൾ ഇടും. കാളി ആയാൽ അതിനത്രൊന്നും ഇല്ലാന്ന് തോന്നിയിട്ട് മൂപ്പരിടാൻ മടിക്കണേ ആ സൈസ് ഡ്രസ്സാണ് ഇപ്പോൾ ചെറിയ മുത്തഅല്ലിം കുട്ടികൾ ഇടുന്നത്. അത്രയിട്ടോട്ട് വേണ്ടേനെ, അത് കുറച്ച് ഏറും ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ആലിമീങ്ങൾക്ക് അംഗീകരിച്ചു നൽകുന്ന ഒരു ഡ്രസ്സുണ്ട്, സമൂഹം അവർക്ക് വേണ്ടി കണക്കാക്കുന്ന ഒരു വേഷം, അത് സ്വീകരിക്കണം. അതിന് വളരെ ഇസ്സത്താണ്, അതിന് വളരെ ഇസ്സത്തും വലിയ അഭിമാനവുമാണ്. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. ആ സിയ്യുള്ള ആളുകളെല്ലാവരും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിയ്യോടുകൂടി, വളരെ നല്ല വേഷത്തോടു കൂടി, സിയ്യ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല.
ഓരോരുത്തരോടും യോജിക്കുന്ന അഭിമാനകരമായ വേഷം സ്വീകരിക്കുന്നതിനാണ് സിയ്യ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഉണ്ട്. വക്കീലന്മാർക്കൊരു വേഷം ഉണ്ടാവും, ആ വേഷം ഇട്ടിട്ടേ കോടതിക്ക് എല്ലാം പാടുള്ളൂ. മൂല്യന്മാർക്കൊരു വേഷം ഉണ്ടാവും, ആ വേഷം ഇട്ടിട്ടേ മൂല്യരാവാൻ പറ്റുള്ളൂ. അതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിക്കരുത്, അതിലുണ്ട്. അതന്നെ സംഗതി. നമ്മളവിടെ ഈ പൊന്നാനി ഭാഗത്ത് വലിയൊരു ആലിം ജീവിച്ചിരുന്നു പഴയ കാലത്ത്. അദ്ദേഹം ഒരു കുളത്തിലിറങ്ങിയിട്ട് മൂത്രയിക്കുകയും wudu ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പം ഈ അശുദ്ധമായ കാരണത്താൽ നമ്പൂരി അയാളുടെ ഓതുണ്ടാക്കൽ കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു തലകെട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഒരാളങ്ങോട്ട് കണ്ടപ്പോൾ പറഞ്ഞുത്തരേ, അവിടെ നിന്നായിരുന്നോ എന്നാ പൊയ്ക്കോളൂ എന്ന്. വേഷം വലിയ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ വേഷം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പോൾ ഏതായാലും ആലിമീങ്ങളുടെ സിയോട് കൂടിയ നല്ല കുറച്ച് മുത്താലി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ദർസിനെ എല്ലാവരും പിന്തുണക്കണം. അപ്പോൾ കുടുംബസംഗമങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ആരാ മൂല്യരില്ലെങ്കിൽ പറ്റിയൊരു കുട്ടിനെ മൂല്യരാക്കണം. വലിയ സമ്പന്നന്മാരുടെ മക്കൾ ആലിമീങ്ങളായി വന്നാൽ നല്ല തന്നെയാണ്. പക്ഷേ ഫക്കീറന്മാരുടെ മക്കൾ ആലിമീങ്ങളായി വന്നതാണ് പാരമ്പര്യം. നല്ല 2-5 സൂപ്പർ മാർക്കറ്റുള്ള ഒരു വാപ്പാൻ്റെ കുട്ടി മൂല്യരായാലും ഉമ്മത്തിന് വലിയ ഇജ്ജത്ത് തന്നെ കയറാം. ആരെ മുമ്പിലും നീച്ചെന്ന് ഓന് കാര്യം പറയാം. കാരണം ഒരു മനുഷ്യൻ്റെ ഉരമാവൂല. അപ്പോൾ വലിയ ഇജ്ജത്ത് തന്നെയാണത്, പരിശ്രമിക്കേണ്ടത് തന്നെയാണത്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ദരിദ്രന്മാരുടെ മക്കളിൽ നിന്നാണ് ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ആലിമീങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത്. എന്നാൾ ഞാനൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഗവൺമെൻറ് ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആലിമീങ്ങൾ വരൽ വളരെ അപൂർവമാണ്. ആരുമില്ല എന്നല്ല, വളരെ അപൂർവമാണ് ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. അതിൽ 150 ദിവസമാണ് ആകെ പണിയുള്ളത്. ആ 150 ദിവസം പോകൂല. ഏതെങ്കിലും ഒരു ദിവസം പോയാൽ അന്നൊരു ഒപ്പിടണമെങ്കിൽ കായ് വേറെ കൊടുക്കണം. അതന്നെ കാരണം. ഇതെന്താ വേണ്ടത്? വരുമാനത്തിനനുസരിച്ച് ജോലി ചെയ്യണം. എല്ലാ ജോലിയും ഒരേ മാതിരിയല്ല. വലിയ വിദ്യാഭ്യാസമൊക്കെ വേണ്ട ജോലിയുണ്ട്, അതിനനുസരിച്ച് ശമ്പളം ഉണ്ടാവും. ഓൽക്കതിനനുസരിച്ച് ജോലിയും കുറവുണ്ടാവും. എന്നാലുണ്ടല്ലോ, ഏൽപ്പിക്കപ്പെട്ട ജോലി മുഴുവനായും തീർന്ന് എക്സ്ട്രാ ഡ്യൂട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കാനും ഒരാൾ തയ്യാറുണ്ടെങ്കിൽ അവൻ്റെ വരുമാനത്തിൽ ബർക്കത്തുണ്ടാവും. അല്ലെങ്കിൽ അതിൽ ദീനിൽ നിന്ന് നേതൃത്വം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം വരുമാനം കേടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയും പൈസ ഉണ്ടാക്കാം എന്നുള്ളിടത്ത് നമ്മൾ മാറിയിട്ട് നല്ലോണം അധ്വാനിച്ചും നല്ലോണം കച്ചവടം ചെയ്തും നല്ലോണം വിദ്യാഭ്യാസം നേടിയും നല്ലോണം ബുദ്ധി ഉപയോഗിച്ചും എല്ലാവരും നന്നായിട്ട് ഹലാലും ത്വയ്യിബുമായ മാർഗത്തിലൂടെ പണമുണ്ടാക്കി അടുത്ത തലമുറയ്ക്ക് വേണ്ടി നീക്കി വെക്കണം. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ മക്കൾക്ക് കുറച്ച് മോര് കൊടുത്ത് പോകാൻ പറ്റിയ നല്ല തന്നെയാണ്, അതിലൊരു മോശമില്ല. അത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലോണം അധ്വാനിക്കണം, ഹലാലും ത്വയ്യിബുമായിരിക്കണം. എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ എടുക്കണം, ആരോഗ്യം അനുവദിക്കുമെങ്കിൽ എടുക്കണം. എന്നിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കണം, നല്ലോണം അധ്വാനിക്കണം, നല്ല നിയ്യത്തുണ്ടായിരിക്കണം. അതൊക്കെ വളരെ പ്രധാനമാണ്.